നമഃശിവായ. അമ്മയുടെ രാമായണ സന്ദേശം. മക്കളെ, ശ്രീരാമന്റെ സ്മരണം കൊണ്ട് നിറഞ്ഞ മാസമാണ് കർക്കിടക മാസം. കർക്കിടകത്തിലെ കഷ്ടതകളിൽ നിന്നു മനസ്സിന്റെ മോചനത്തിന് നാമസ്മരണ സഹായിക്കുന്നു എന്ന തിരിച്ചറിവായിരിക്കാം ഇങ്ങനെ ഒരു ആചരണത്തിന് തുടക്കമായത്. രാമായണം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് ജീവിച്ചാൽ കർക്കിടകത്തിലെ ദുരിതങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളിൽ നിന്നും മനസ്സിന് മോചനം നേടുവാൻ കഴിയും. ഓരോ ജീവന്റെയും മാർഗദർശിയാണ് രാമായണം. പുരുഷന്മാർ രാമനെ മാതൃകയാക്കുമ്പോൾ സ്ത്രീകൾ അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത് സീതാദേവിയെയാണ്. സീതാദേവിയുടെ സാന്നിധ്യം സ്ത്രീ ഹൃദയങ്ങളിൽ നിന്നും നഷ്ടമായതാണ് ഇന്ന് സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ശ്രീരാമൻ തൻ്റെ കർത്തവ്യ നിർവഹണത്തിനായി സ്വന്തം സുഖവും എന്തിന് കുടുംബത്തെ പോലും ഉപേക്ഷിക്കുവാൻ തയ്യാറായി. തന്നെക്കാളും തൻ്റെ കുടുംബത്തെക്കാളും രാജ്യത്തിനാണ്, തന്നിൽ നിക്ഷിപ്തമായ കടമയ്ക്കാണ് ശ്രീരാമൻ പ്രാമുഖ്യം നൽകിയത്. ജനസേവനം ലക്ഷ്യമാക്കുന്ന ഏതൊരുവനും മറിച്ചൊരു തീരുമാനം സാധ്യമല്ല. കുടുംബമോ രാജ്യമോ വലുതെന്ന ചോദ്യം മുന്നിൽ വരുമ്പോൾ ഉത്തരവാദിത്വമുള്ള ആർക്കും കുടുംബത്തിനുള്ളിൽ ഒതുങ്ങുവാൻ സാധിക്കില്ല. ജനമനസ്സുകളിൽ രാമന്റെ സ്വാധീനം കുറഞ്ഞതോടെ അവരെ നേർവഴിക്കു നയിക്കേണ്ട നേതാക്കന്മാർ ഇന്ന് രാജ്യം വിറ്റും കുടുംബം പോറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു മാറ്റം വരുത്തുവാൻ മറ്റാരേക്കാളും സാധിക്കുന്നത് സ്ത്രീകൾക്കാണ്. എക്കാലത്തും അമ്മമാരാണ് മക്കൾക്ക് മാതൃകയും പ്രചോദനവും ആയിട്ടുള്ളത്. അടുത്ത തലമുറയുടെ ശില്പികൾ അവരാണ്. മറ്റെന്തിനേക്കാളും ഉപരി ഒരു സ്ത്രീയുടെ ദൗത്യം ഉത്തമരായ കുട്ടികൾക്ക് ജന്മം നൽകി അവരെ വളർത്തി പ്രാപ്തരാക്കുക എന്നതാണ്. ഇത് ബോധ്യപ്പെടുത്തും വിധം സീതാദേവിയുടെ ജീവിതം നമുക്ക് മുന്നിൽ മാതൃകയായി നിൽക്കുന്നു. ഉത്തമ തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ മാതാവ് അനശ്വരയായി മാറുകയാണ്. അതിലൂടെ സ്ത്രീ ജന്മം സഫലമാകുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വന്തം കടമ എന്തൊക്കെ എന്ന് തിരിച്ചറിയണമെങ്കിൽ സീതാദേവിയുടെ ജീവിതം നാം അടുത്തറിയേണ്ടതുണ്ട്. ഭർത്താവിൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി കഴിയുന്നതിൽ ആനന്ദം കണ്ടെത്തിയവളാണ് സീതാദേവി. ഭർത്താവിന് സമൂഹത്തോടും രാജ്യത്തോടുമുള്ള തൻ്റെ കടമ നിറവേറ്റുന്നതിന് ഭാര്യ ഒരിക്കലും ഒരു തടസ്സമാകരുതെന്നും സീതാദേവി സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തരുന്നു. അതേസമയം തൻ്റെ കുഞ്ഞ് എത്രമാത്രം വിരൂപനായാലും പാപിയായാലും പെറ്റമ്മയുടെ ഹൃദയത്തിൽ എന്നും അവനോട് കാരുണ്യം മാത്രമേ ഉണ്ടാകൂ. ഇതാണ് മാതൃഹൃദയത്തിൻ്റെ മഹത്വം. മാതൃത്വത്തിൻ്റെ മൂർത്തിയായിരുന്നു ലോകജനനിയായ സീതാദേവി. തന്നെ ക്രൂരമായി ദ്രോഹിച്ചവരോട് പോലും നിഷ്പ്രയാസം ക്ഷമിക്കുവാൻ ആ മാതൃഹൃദയത്തിന് കഴിഞ്ഞിരുന്നു. ഹരി ഓം നമഃ ശിവായ.